ഇവനെയൊന്നും പിന്തുടരാൻ പാടില്ല, ഇവൻ പിഴച്ചവനാണ് എന്ന് കാലേ കൂട്ടി മുസ്ലിം സമുദായത്തിന് പറഞ്ഞു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എത്ര ഉന്നതന്മാരാണ്. ഇതാ വാദിക്കുന്നു കോമാട്ടുചാലിൽ ചെയ്ക്ക് അള്ളയാണത്രേ, അള്ള കോമാട്ടുചാലിൽ ചെയ്ക്കുമാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാലങ്ങൾക്ക് മുമ്പ് റാഫിളിയത്തും അതുപോലെ പിഴച്ച പ്രസ്ഥാനക്കാര് കുഫ്രിയത്തിന്റെ വാദവുമായി വന്ന് ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ തനി ആവർത്തനമാണ് ഇവിടെ നൗഷാദ് എന്ന കാട്ടുവളപ്പിൽക്കാരൻ കോമാട്ടുചാലിൽ ചെയ്ക്കിന്റെ മുരീദെന്ന് പറഞ്ഞ് സ്റ്റേജാന്തരം നടന്നുകൊണ്ട് ആലിമീങ്ങളെ തെറി പറയുന്ന ഇവൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അൽ കുത്തുബും അള്ളയും അള്ളാഹ്ക്കും തദ്ബീറുണ്ട്, അൽ കുത്തുബിനുണ്ട്. അള്ളാഹ് അൽ കുത്തുബ്, ഈ അൽ കുത്തുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ എന്താ വൈരിയത്ത്? വൈറ് അല്ല. വൈറ് പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുള്ളൂ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ വൈറ് അല്ല, കുത്തുബ് എന്ന് അള്ളാന്റെ വൈറുമല്ല, വൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. ഈ വാദം നിന്നെ ആരാണ് പഠിപ്പിച്ചത്? ഒരാൾ സുന്നത്തും ഫർളും കൃത്യമായി എടുത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ഫർത്തഫഅത്തിൽ ഗൈരിയത്ത് ഉയർന്നുപോയി. അഥവാ അള്ള ഈ മനുഷ്യനാകുന്നു, ഈ മനുഷ്യൻ അള്ളയുമാകുന്നു. തഖ്വയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിയാൽ അവൻ അള്ളയാകുന്നു, അള്ള അവനുമാകുന്നു. ഇങ്ങനെ ഒരു സംവിധാനം ഏത് ദീനാണ് പഠിപ്പിച്ചത്? ഏത് കിതാബിലാണ് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് കോമാട്ടുചാലിൽ ചെയ്ക്കിനെ അള്ളയാക്കിയിട്ട് കാലുമുത്താൻ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങളെ ക്ഷണിച്ചാൽ ആര് വരാനാണ്? കൃത്യമായി കിതാബിന്റെ ഒരു ഇബാറത്ത് ഈ കോമാട്ടുചാലിൽ ചെയ്ക്കിന് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയുമോ? തോന്നിവാസം പറയുക, ഇസ്ലാമിന്റെ പേരിൽ തോന്നിവാസം പറയുക, അള്ളയാക്കുക. എടോ, ഖാലിക്ക് എങ്ങനെയാ മഖ്ലൂഖാകുക? മഖ്ലൂഖ് എങ്ങനെ ഖാലിഖാകുക? മുഖാലിഫുല്ലിൽ ഖൽഖി ബിൽ തുലാഖ്. കൃത്യമായി സൃഷ്ടികളോട് വിഭിന്നമായ ശക്തിയല്ലേ അള്ളാഹു. ഇതിന് തുരങ്കം വെക്കുകയാണ്. ജനങ്ങളെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകുന്ന ത്വരീഖത്താണ് കോമാട്ടുചാലിൽ ചെയ്ക്കിന്റെ ത്വരീഖത്ത് എന്ന് നമ്മൾ കൃത്യമായി